നമ്മുടെ ലൈവില് ജാസ്മിനും ഋഷിയും ഫിജോയും എല്ലാവരും കൂടെ അഭിഷേകും എല്ലാവരും കൂടെ കുത്തിയിരുന്ന് സംസാരിക്കുക. പണപ്പെട്ടി തന്നെയാണ് വിഷയം. അപ്പം നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട് അവന് ഈ 5 ലക്ഷം രൂപയ്ക്ക് ഇങ്ങനെ എന്തെന്ന് കാണിച്ചത് തെറ്റായിപ്പോയി എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ സംസാരിക്കുന്നത്. ഒരു 7, 10, 15 ഒക്കെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയത്തില്ലായിരുന്നു. അവന് കാശിന് ആവശ്യമില്ലെന്ന് പറയുകയും ചെയ്തു. വലിയ മാസമാവാൻ വേണ്ടി കാണിച്ചതാണ് എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവിടെ പണപ്പെട്ടി എടുക്കണമെന്ന് പലർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊന്നും സാധിക്കാത്തതിൻ്റെ ഒരു കുശുമായിട്ടാണ് എനിക്ക് തോന്നിയത് പലപ്പോഴും. പക്ഷേ ഫിജോ പറയുന്നുണ്ട് അവൻ മാഫാകാൻ വേണ്ടിയൊന്നുമല്ല, അവൻ്റെ മനസ്സിലൊരു പ്ലാനുണ്ട്, അതിനു വേണ്ടിയാണ് അവൻ കാശെടുത്തതെന്ന്. ഒരുപക്ഷെ അത് നന്ദനയ്ക്ക് കൊടുക്കാനാകാം. നന്ദനെ എടുത്ത് പറയുന്നത് കേട്ടു, അവർ സംസാരിക്കുമ്പം പറയുന്നത് കേൾക്കൂ. ഒരുപക്ഷെ ഈ കാശെടുത്ത് നന്ദനയ്ക്ക് കൊടുത്തേക്കാം എനിക്ക് തോന്നുന്നു കേട്ടോ. പല കാര്യങ്ങളും പറയും, നീ പുറത്തായാലും കുഴപ്പമില്ല, നിൻ്റെ കാര്യങ്ങൾ ഞാൻ സാധിച്ചു തരും എന്നൊക്കെ ഫിജോയും ഫായിയൊക്കെ പറയുന്നത് കേട്ടു. അപ്പം അതും പ്രകാരം ചിലപ്പോൾ പണപ്പെട്ടി എടുത്ത് നന്ദനയ്ക്ക് കൊടുക്കാനാകാം ഒരുപക്ഷെ. അങ്ങനെ സംഭവിക്കാം, മനുഷ്യനല്ലേ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ ഏതായാലും ഫായിയും ഫിജോയും ഇവരും എല്ലാം കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം ഋഷിക്കുമൊക്കെ നല്ല വിഷമമുണ്ട് ഈ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകാതെ. ഈ അഭിഷേകും ഋഷിയൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു പണപ്പെട്ടി എടുക്കാൻ. കാരണം സാധാരണ പണപ്പെട്ടി ടാസ്കിലൊക്കെ ഒരു ദിവസമൊക്കെ നീണ്ടി ഈ 5 ലക്ഷം വെച്ചു, അത് എടുത്തില്ലെങ്കിൽ 7 കൊടുക്കും, 7.5 കൊടുക്കും, അങ്ങനെ 10 വരെ കൊടുക്കാനൊക്കെയുള്ള സാധ്യതയുണ്ടത്. പക്ഷെ നമ്മുടെ ഫായിയെ സംബന്ധിച്ച് ഫായി ഉദ്ദേശിച്ചത് ഇനി ഇച്ചിരിയും കൂടെ വൈകിക്കഴിഞ്ഞാൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ പ്ലാനൊന്നും നടക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഫായി 5 എന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോയി. ഏതായാലും അടുത്ത ആഴ്ച ഔട്ടാകാനുള്ളൊരു വ്യക്തിയാണ് എന്ന് ഫായിക്ക് നിശ്ചയമായിട്ട് ബോധ്യമുണ്ട്. പക്ഷേ അവിടെ മത്സരാർത്ഥികൾ പലർക്കും ഇത് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി ഒരു പക്ഷേ ഒരു പണപ്പെട്ടിയും കൂടെ ഒക്കെ വരുവാണെങ്കിൽ അവരൊക്കെ ഇനി പണപ്പെട്ടി വരുമോ എന്നൊക്കെയുള്ള ധാരണയിലാണ്. ഇനി പണപ്പെട്ടി വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും കൂടെ അതിൻ്റെ മണ്ടയ്ക്കോട്ട് കൊണ്ടുവെക്കുമ്പോൾ തന്നെ ചാടി വീഴാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ പേരിൽ അടി നടന്നാലും അതിശയിക്കാനൊന്നുമില്ല. അതുപോലെയാണ് പലരും ഇങ്ങനെ ചിന്തിക്കുന്നത്. ഏതായാലും ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്.